വിരളിൽ എണ്ണാവുന്ന ദിവസം കൂടി കാത്തിരിക്കൂ, വിസ്മയം എന്താണെന്ന് കാണാം. ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എല്ലാവർക്കും അറിയാം, വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത്തരം ഒരു വലിയ വിസ്മയം സംഭവിക്കുമ്പോൾ LDF ക്യാമ്പിൽ എന്ത് നടക്കും എന്നുള്ളതാണ് ആകാംക്ഷയോടെ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഉറ്റുനോക്കുന്നത്. എങ്ങനെയാണ് അയ്യപ്പദാസ് ഇതിനെ വിലയിരുത്തുന്നത്? ഗൗതം, ഇത് LDF ക്യാമ്പിൽ മാത്രമല്ല. ക്യാമ്പ് എന്ന് പറയുമ്പോൾ 3 ക്യാമ്പുണ്ട്. UDF ഉണ്ട്, LDF ഉണ്ട്, BJP ക്യാമ്പുണ്ട്. പഴയതുപോലെ അല്ല. BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ പഴയതിനേക്കാളും സ്ട്രെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഈ വരാൻ പോകുന്ന ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഈ LDFും UDFും തമ്മിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു മത്സരം നടക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്തരത്തിൽ ഈ 2026 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വിസ്മയിപ്പിക്കത്തക്ക കാര്യങ്ങൾ ഉണ്ടാകും എന്ന് വി ഡി സതീശൻ പറയണമെന്നുണ്ടെങ്കിൽ, വി ഡി സതീശൻ എന്ന UDFിൻ്റെ ചെയർമാന് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ചില സൂചനകൾ കോൺഗ്രസിൻ്റെ AICCയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്, ജോസ് കെ മാണിക്ക് ഡൽഹിയിൽ ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളായിട്ടുള്ള ആരെങ്കിലും, കാര്യം ജോസ് കെ മാണിയെ സംബന്ധിച്ച് പറയുമ്പോൾ, ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ KM മാണി എന്ന് പറയുന്ന ഒരു വലിയ നേതാവ്. KM മാണി എന്ന് പറഞ്ഞാൽ KM മാണി, കുഞ്ഞാലിക്കുട്ടി, അല്ലെങ്കിൽ അവരുടെ ഈ ഐക്യ ജനാധിപത്യ മുന്നണിയെ അങ്ങനെ ഒരു മുന്നണിയെ ബിൽഡപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ഈ KM മാണി. അപ്പോൾ KM മാണിയുടെ മകൻ എന്ന രീതിയിൽ ജോസ് കെ മാണിക്ക് ഒരു പ്രിഫറൻസ് ഇങ്ങനത്തെ ഈ ഒരു ഘട്ടത്തിൽ ഇവ നിരവധി വിഷയങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. BJPക്ക് ഈ ചെന്നായി ആട്ടുകുട്ടിയെ സ്നേഹിക്കാൻ പോകുന്ന പോലെ, ചെന്നായി എന്ന് പറയുമ്പോൾ പിന്നെ ചെന്നായി ഈ എന്താ പറയുക, ആട്ടുംകുട്ടിയുടെ തോലണിഞ്ഞ് ആ കഥയൊക്കെ അറിയാമല്ലോ. കാര്യം ഈ പറയുന്ന പോലെ ഈ BJPയെ സംബന്ധിച്ച് BJPക്ക് ഒരു ഇല്ലാത്തൊരു സ്നേഹം ഉണ്ടാക്കി ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് കിട്ടാനുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്ന ശേഷം അദ്ദേഹം പക്ഷേ അങ്ങനെ ജാതി ഒന്നും മനസ്സിൽ വയ്ക്കാത്ത ഒരാളാണ്. ഇവിടുത്തെ നേരത്തെ ഇരുന്ന മറ്റ് അധികായന്മാരെക്കാളും ഒക്കെ, കാര്യം ഇവർക്കൊക്കെ മനസ്സിൽ വളരെയധികം വർഗീയതയുള്ള ആൾക്കാർ. അത് മാറാൻ കുറേ നാൾ എടുക്കും. പക്ഷേ എന്നാലും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തിന് ഉണ്ടാവില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞൊരു കോർപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ BJP ഇവരിലേക്ക് ഇറങ്ങിയതായിട്ടുള്ള ഒരു കാര്യം, ഇവരുടെ ചില കൃസംഗികളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ, ഈ വലിയ മനുഷ്യൻ, മാണി സാറിൻ്റെ മകനെ കൂടെ നിർത്തേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അവിടെ രാജ്യസഭയിൽ അവർ പിന്നെ ഈ പറയുന്ന BJPക്കെതിരെയുള്ള പല പ്രക്ഷോഭങ്ങളിലും കോൺഗ്രസിൻ്റെ MP-മാരുടെ പല പ്രകടനങ്ങൾക്കൊപ്പവും ജോസ് കെ മാണി രാജ്യസഭ അംഗമായിരുന്നുകൊണ്ട് പങ്കെടുത്തിട്ടുണ്ട്. കാര്യം രാജ്യസഭയിൽ അവിടെ നമ്മളെ ബഹുമാനപ്പെട്ട ബ്രിട്ടാസും പിന്നെ നമ്മുടെ ശിവദാസനൊക്കെ ഉണ്ട്, അറിയാമല്ലോ ശിവദാസനെ. അപ്പോൾ ശിവദാസനും പിന്നെ ഇങ്ങനെ അവരെ കൂടെ അദ്ദേഹം ആണ് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂറ് കൂടുതൽ അവരിങ്ങനെ അടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ പറയുന്ന പോലെ സോണിയാഗാന്ധിയുമായും അവരുടെ AICCയിലെ മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള ഒരു വഴി മുസ്ലിം ലീഗ് കൂടി, കുഞ്ഞാലിക്കുട്ടിയെയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും കൂടെയൊക്കെ ഇടപെട്ട് സോണിയാഗാന്ധിയുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സോണിയാഗാന്ധി പറയുമ്പോൾ, പിന്നെ മറ്റ് അവരുടെ പള്ളിയിൽ അച്ഛന്മാർ പറയുമ്പോൾ ജോസ് കെ മാണിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. അതാണ് കാര്യം. പള്ളി സോണിയാഗാന്ധിയും മറ്റ് പള്ളി അച്ഛന്മാർ ഇവിടെ സമുദായത്തിലെ, ഇപ്പം മാണി സാറിന്റെ സമുദായത്തിലെ പള്ളിയിലെ അവരുടെ ആ സമുദായത്തിന്റെ വികാരിമാർ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമുദായത്തിന്റെ വികാരി ഉണ്ട്. ഈ ജോസ് കെ മാണി നേരിട്ട് ഏറ്റവും വലിയൊരു വിമർശനം എന്ന് പറയുന്നത് തൻ്റെ അച്ഛനെ അത്രമാത്രം ആക്ഷേപിച്ച ഒരു മുന്നണിക്കൊപ്പമാണ്, ഒരു LDFിനൊപ്പമാണല്ലോ ചേരാൻ പോയത് എന്നുള്ളതാണ്. കൊന്നു യഥാർത്ഥത്തിൽ KM മാണിയെ കൊല്ലുകയല്ലേ, കൊല ചെയ്യുകയല്ലേ ചെയ്തത്. പിന്നീട് ഇതേ സർക്കാർ തന്നെ അധികാരത്തിൽ വന്നതിന് ശേഷം ക്ലീൻ ചിറ്റ് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ബാർക്കോഴയിൽ അല്ല, അതില് ഞാൻ ഒരു കാര്യം, അല്ല അതല്ലേ ശരിയല്ലേ പറയുന്നത്? അല്ല, അത് ഞാൻ യഥാർത്ഥ വശം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ജോസ് കെ മാണി, ഇപ്പം നമ്മൾ ഈ പ്രഗത്ഭരായ അച്ഛന്മാരുടെ മക്കളുണ്ടാവും. അപ്പോൾ അച്ഛൻ ആനപ്പുറത്തിരുന്ന് പറഞ്ഞ് മകന്റെ ഭ്രഷ്ടം കായ്ക്കണമെന്നില്ല, തഴമ്പുണ്ടാവണമെന്നില്ല. അപ്പോൾ അതങ്ങനെയാണ്. ചില പ്രസിദ്ധരായ അച്ഛന്മാരുടെ, പേരുകേട്ട അച്ഛന്മാരുടെ മക്കൾ വെറും മരവാഴകളായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മരവാഴ എന്ന് എനിക്ക് പച്ചയ്ക്ക് പറയുന്നത് വെച്ചാൽ, ഞാൻ ഈ ദീപിക പത്രത്തിൽ
ഏതാണ്ട് 11 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ദീപികയിൽ ഉള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ വലിയ അച്ഛൻ്റെ ഒരു മകൻ എന്നുള്ള ഒരു കഴിവും ഇല്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ. അപ്പോൾ ഗൗതം ചോദിച്ച പോലുള്ള ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഉറപ്പാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അച്ഛൻ ഈ ജോസ്മോനെ ഒരു വേള അദ്ദേഹത്തിന് ജോസ്മോൻ എന്നാണ് മാണി സാറ് ചെല്ലത്തോടെ വിളിക്കുന്നത്. അപ്പോൾ ഈ ജോസ്മോനെ ഈ പറയുന്ന രീതിയിലൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഒരു വേള അദ്ദേഹത്തിനൊപ്പം നിന്ന് പി എ ജോസഫ് പിണങ്ങി പോകുന്നത്. പി എ ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി എ ജോസഫ് നീണ്ട എത്രയെങ്കിലും കാലം LDF-നൊപ്പം നിന്ന ആളാണ്, അതറിയാമല്ലോ. ഇ.കെ. നായനാർ മന്ത്രിസഭയിൽ ഈ പി എ ജോസഫ് മന്ത്രിയായിരുന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു IAS-കാരിയായ നളിനി നെറ്റോ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥയെ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആക്ഷേപം ഉണ്ടാവുകയും മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിന് രാജിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒരു ചരിത്രമാണ്, അത് പറയുക. അപ്പോൾ അതുകൊണ്ട് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് നീണ്ട കാലം ഈ LDF-നൊപ്പം ഉണ്ടായിരുന്നതാണ്. പിന്നീടാണ്, അതായത് നമ്മളൊരു മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു തലമുതിർന്ന നേതാവ്, ഇപ്പോൾ ഇ.കെ. നായനാരെ പോലൊരു നേതാവ്, VS-നെ പോലൊരു നേതാവ്, ഇപ്പോൾ പിണറായി വിജയനെ പോലൊരു നേതാവ്, ഈ ഒരു നേതാവ് തലയാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന, അപ്പോൾ നമ്മൾ അത് പഴയ കാര്യമാണ്, എന്നാലും പെട്ടെന്ന് നമ്മൾ കാര്യത്തിലേക്ക് വരാം. പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രാക്ടിക്കൽ കമ്മ്യൂണിസത്തിൻ്റെ ആളാണ്. പ്രാക്ടിക്കൽ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ നമുക്ക് സീറ്റ് വേണം. ഇപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, അതായത് നമ്മൾ ഈ മധ്യ കേരളം ക്രിസ്ത്യൻ സമുദായം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഒരു വേള ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനൊപ്പം നിന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്. ഇത് ഈ പറയുന്ന ജോസ് കെ മാണി സാറിനോടൊപ്പം നിന്ന ജോസഫ് എന്തുകൊണ്ട് പിണങ്ങി പോയെന്ന് വെച്ചാൽ, നീ മകൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ജോസഫിൻ്റെ കാര്യം പറഞ്ഞു. ഈ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു വേള മാണി സാറിൻ്റെ കൂടെ നിന്നിട്ട് മാറി. അന്ന് അവർ കേരള കോൺഗ്രസ് ഒന്നായിരുന്നു. അങ്ങനെയാണ് ജോസഫ് മാറി കേരള കോൺഗ്രസ് ജോസഫ് ആകുന്നത്. മാണി സാർ എപ്പോഴും കേരള കോൺഗ്രസ് M, അതായത് വളരും തോറും പിളരും തോറും വളരും, അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ്. അപ്പോൾ ഈ പറയുന്ന പോലെ മാണി സാറിനോടൊപ്പം നിൽക്കുക, ഇപ്പോൾ ജോസഫ് പിണങ്ങി പോയതുപോലെ മാണി സാറിനോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിനോട് ഒരു കാലം കൂടെ നിൽക്കുകയും ചെയ്ത ജേക്കബ് ഉണ്ടായിരുന്നു. ജേക്കബ് കുറച്ച് നാൾ കഴിഞ്ഞ്, നമ്മൾ ഈ പറയുന്ന പോലെ ചില ആൾക്കാർ കുറേ എങ്ങും വലുതായി കഴിയുമ്പോൾ ഇനിയിപ്പം നമുക്ക് എവരെയൊന്നും ആവശ്യമില്ല എന്നൊരു തോന്നൽ ചില വ്യക്തികൾക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ ഒരാളെ പണി പഠിപ്പിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ സെറ്റപ്പ് ആക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഈ ഡാഷിനെ നമുക്ക് എന്തിന്, ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ എന്നൊരു തോന്നൽ വരും. അതുപോലെ ഈ പറയുന്ന രീതിയിൽ പിന്നെ ഈ ജേക്കബ് അദ്ദേഹത്തിൻ്റെതായ ഒരു പാർട്ടി ഉണ്ടാക്കി. പക്ഷേ ഇതിൽ നമുക്ക് പറയാനുള്ള കാര്യം, ഇവരൊക്കെ തന്നെ ആരൊക്കെ മാറിപ്പോയിരുന്നാലും അവർക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ജേക്കബൊക്കെ നല്ല എഫിഷ്യൻ്റായ ഒരു മന്ത്രി, ഏറ്റവും നല്ല പേര് കേട്ടൊരു മന്ത്രിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ മാണി സാറിൻ്റെ മകനെ ഇവർക്ക് ഉൾക്കൊള്ളാൻ, മാണി സാറിൻ്റെ മരണശേഷം ഇയാളുടെ പെരുമാറ്റം കൊണ്ട് തന്നെ ഐക്യമുന്നണിക്കകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അടിസ്ഥാനപരമായിട്ട് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വല്ലാത്ത വാഞ്ചയാണ്. അപ്പോൾ നിലവിൽ UDF തരംഗമാണ് സംസ്ഥാനത്തുടനീളമുള്ളത്. കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ വളരെ ദുഷ്ഭരണത്തിൽ ജനങ്ങൾ യഥാർത്ഥത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവര് LDF വിടുമ്പോൾ അവരുടെ വിജയ സാധ്യത ഇത് എങ്ങനെ ബാധിക്കും? കാരണം പിണറായി വിജയൻ അത്രമാത്രം താല്പര്യമുള്ളവരായിരുന്നു ജോസ് കെ മാണി. ഗൗതമേ, അത് പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടത്, ജോസ് കെ മാണി തോറ്റു കഴിഞ്ഞ ജോസ് കെ മാണിയെ 2 തവണ രാജ്യസഭയിൽ MP ആക്കിയത് പിണറായി വിജയൻ. അത് എങ്ങനെയോ ആയിക്കോട്ടെ, അദ്ദേഹം പ്രിഫറൻസ് കൊടുത്തില്ല എന്നൊന്നും പറയരുത്. LDF-നകത്ത് ജോസ് കെ മാണിക്ക് വേണ്ട എല്ലാ പ്രാധാന്യവും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിനി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നാലും, കാര്യം ജോസ് കെ മാണിയെ ഒരു കരുവേപ്പില പോലെയാണ് ഈ പറയുന്ന UDF-ൽ നിന്ന് ആന്റണി അടങ്ങുന്ന ടീമുകളൊക്കെ എടുത്ത് വെളിയിൽ കളഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ കമ്മ്യൂണിസം, ആ പ്രാക്ടിക്കൽ കമ്മ്യൂണിസത്തിലാണ് ഇദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നത്. ആ പ്രാക്ടിക്കൽ കമ്മ്യൂണിസത്തിന്റെ ഫലമായി ആദ്യം ഒരു അസോസിയേറ്റ് ആയിരുന്നു. ആര്? ഈ ജോസ് കെ മാണി. ഒരു മുന്നണിയിൽ ആരെയും കയറി ആദ്യമേ എടുക്കില്ലല്ലോ. അപ്പൊ അസോസിയേറ്റ് ആയിരുന്നു. ആദ്യത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് അസോസിയേറ്റ് ആയിരുന്ന സമയത്ത് എന്തുകൊണ്ടും ആ മുന്നണിയിൽ നിൽക്കേണ്ടത് ജോസ് കെ മാണിയുടെ ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ചില പഞ്ചായത്തുകളൊക്കെ തന്നെ ആ തവണ, അതായത് കഴിഞ്ഞ ടൈമിൽ, ഇപ്പം കഴിഞ്ഞ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പത്തെ പഞ്ചായത്ത് ഇലക്ഷൻ, ആ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർക്ക് മാക്സിമം പിന്നെ സീറ്റ് നേടാൻ കഴിഞ്ഞത്. പക്ഷെ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന മറ്റൊരു സംഗതി ഞാൻ ചുരുക്കി തന്നെ ബാക്കി പറയാം. അതായത് എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ജോസ് കെ മാണി മാറുന്നു എന്ന് ചോദിച്ചാൽ, ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇവർ കേരള കോൺഗ്രസ്സുകാർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം LDF നിൽക്കുമ്പോൾ ഇവർ കോൺഗ്രസിൽ നിൽക്കുന്നത് പോലെ ചില മാൽ പ്രാക്ടീസുകൾ നടത്താൻ പറ്റില്ല, കച്ചവടം നടത്താൻ പറ്റില്ല. അതിനെല്ലാം AK സെന്ററിന്റെ നിയന്ത്രണം ഉണ്ടാവും. ഇപ്പൊ ഈ പറയുന്ന പോലെ ജോസ് കെ മാണി LDF-ന്റെ മുന്നണി യോഗത്തിൽ വരുന്നു എന്നിരിക്കുക.
മുന്നണി യോഗത്തിൽ വന്നാൽ അവിടെ ഇരിക്കുന്നതൊക്കെ വേറെ വെമ്പാലകളായിരിക്കും, രാജവെമ്പാലകളായിരിക്കും. ആരൊക്കെയാ LDFിലുള്ള വേറെ ടീമുകളെന്ന് അറിയാമല്ലോ. അപ്പോൾ ഒരു ആവശ്യം പറഞ്ഞാൽ പോലും ഒരു കമ്മിറ്റി കൂടുമ്പോൾ ഇപ്പം പിന്നെ വന്യമൃഗങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങിയുള്ള ആക്രമണം, ആ കാര്യത്തിനെ സംബന്ധിച്ച് ആ ഒരു വിഷയം ഇവിടെ, അതായത് ആനയും കടുവയും പുലിയും ഒക്കെ നമ്മളെ നാട്ടിലേക്ക് ഇറങ്ങി പ്രശ്നം ഉണ്ടായ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു പെട്ടെന്നൊരു നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണം, നമുക്ക് അത് കൂടി തീരുമാനിക്കണമെന്ന്. കാര്യം ഇവരെയൊക്കെ സംബന്ധിച്ച് ഈ വോട്ട് ബാങ്ക് മനസ്സിൽ കണ്ടുകൊണ്ട് ആ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നു എന്ന് കാണിക്കേണ്ടതുകൊണ്ട് ആവശ്യമാണല്ലോ. അപ്പോൾ അത് CPM എന്ന് പറയുന്ന പാർട്ടി പോലൊരു പാർട്ടി, ഒരു വലിയേട്ടൻ അവിടെ ഉള്ളപ്പോൾ ഈ വലിയേട്ടൻ നീ അങ്ങനെ തലേന്നും പോക്കണ്ട, ഞങ്ങൾ പറഞ്ഞേ കേട്ട് നീ ഇവിടെ ഇരുന്നാൽ മതി. ഇപ്പോൾ പിണറായി എന്ന് പറയുന്ന നേതാവിനെ അറിയാം, അദ്ദേഹത്തിനെ പോലെ ഒരു ടാക്ടീസ് ഉള്ളൊരു നേതാവ് വേറെ ഇല്ലല്ലോ. രാഷ്ട്രീയ ടാക്ടീസ് അദ്ദേഹത്തിന് അറിയാമെന്നുള്ള വേറെ ആർക്കും അത്ര കണ്ടങ്ങ് പോവില്ല. ഗോവിന്ദൻ അതിലൊക്കെ വളരെ പുറകിലാണ്. അപ്പോൾ ഈ ടാക്ടീസ് വെച്ച് പിന്നെ ജോസ് മോനെ അണച്ചു പിടിച്ച് നിങ്ങൾ അവിടെ ഇങ്ങനെ നിങ്ങളെ എല്ലാവരും കൂടെ പീഡിപ്പിച്ചല്ലേ, ഞാൻ നിങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആദ്യം അസോസിയേറ്റ് ആയിരുന്നപ്പോൾ എല്ലാം കിട്ടി. പിന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് എല്ലാ കച്ചവടങ്ങളും നടക്കുന്നില്ല. കച്ചവടങ്ങൾ ഇപ്പോൾ ഒരു ഘടകകക്ഷി എന്ന് പറയുമ്പോൾ UDFിൽ ഘടകകക്ഷികൾ എന്ന് പറയുമ്പോൾ ഒരു ഭരണം വരുമ്പോൾ അത്യാവശ്യം കച്ചവടമൊക്കെ നടക്കണം. ഇപ്പം അതാണ് കോൺഗ്രസ് ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോൺഗ്രസ് ഭരണത്തിൽ വരുമ്പോൾ ലീഗിന് കച്ചവടം നടത്താൻ പറ്റും. കോൺഗ്രസ് ലീഗിന് കച്ചവടം നടത്താൻ അതൊക്കെ വിട്ടുകൊടുക്കും. ചിലപ്പോൾ ചിലരെയൊക്കെ കണ്ണയച്ചു കൊടുക്കും. ഇവിടെ അങ്ങനല്ല. ഒരു കൊളുത്ത് AK സെന്ററിലുണ്ടാവും. പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു പണിയെ ഇവർക്ക് നടക്കൂല. മനസ്സിലായി? ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ ജോസ് കെ മാണിക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും കച്ചവടങ്ങളൊന്നും നടക്കില്ല. അപ്പൊ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് 5 കൊല്ലം ഭരണത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ഫണ്ടായിട്ടെങ്കിലും പിരിച്ചൊക്കെ എടുക്കണ്ടേ? അവിടെ ഒന്നുമില്ല. ഈ പറയുന്ന പോലെ 5 MLA വരെ ഇപ്പൊ ഈ പറയുന്ന പോലെ റോഷി അഗസ്റ്റിനെ മന്ത്രിയാക്കി. ഇപ്പൊ ഇവര് 110+ ആണ് വിജയം ഉണ്ടാവും പറയുന്നത്. സീറ്റ് 110+. അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഗൗതം പറഞ്ഞാൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എല്ലാവർക്കും അറിയാം. ഈ ജോസ് കെ മാണി പോകുമ്പോൾ അത് LDFിന്റെ വിജയ സാധ്യത എത്രമാത്രം തുരങ്കം. അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. അതായത് LDFിന് അങ്ങനെ കണ്ടൊരു തറപറ്റ തോൽവിയൊന്നും ഉണ്ടാവില്ല. ഒരു തറപറ്റ ജോസ് കെ മാണി പോകുമ്പോൾ തറപറ്റിയ തോൽവി. ജോസ് കെ മാണി എന്നല്ല ആര് പോയാലും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒരു തറപറ്റ തോൽവിയൊന്നും ഉണ്ടാവില്ല. നല്ല ഫൈറ്റ് നടക്കും. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ കാലാവസ്ഥ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞുതരാം. രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ല, അതൊന്നുമല്ല. അതായത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരു വശത്തൂടെ ഉണ്ടാവുമായിരിക്കും, സ്വർണ്ണക്കൊള്ള ഒരു വശത്തൂടെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇവിടെ സാമൂഹിക മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റ് മുഖ്യധാര മാധ്യമങ്ങളും പറയുന്നത് പോലെ ഇപ്പൊ കഴിഞ്ഞ ഈ നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ഈ പിന്നെ കണ്ട ചാനലുകളിലൊക്കെ 1 മണിക്കൂർ വെച്ച് ഇവിടെ ചർച്ച ഉണ്ടായിരുന്നല്ലോ. ഇത് ഞാനീ പറയുന്നത് ഫാക്റ്റാണ്. അല്ല, താങ്കൾ LDFിനെ അനുകൂലിക്കുകയാണോ എന്ന് എനിക്ക് അല്ല, ഞാൻ അനുകൂലിക്കുന്നതല്ല. കാര്യം ഒരു ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഞാൻ അതിലൊരു വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കാരണം നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ, അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ തോന്നും സർക്കാർ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണുള്ളത്. അങ്ങനെ ഒരു കാലാവസ്ഥയാണോ സംസ്ഥാനത്തുള്ളത്? ഗൗതം, സർക്കാർ അനുകൂലമായ കാലാവസ്ഥ എന്നല്ല ഞാൻ പറഞ്ഞത്. ആന്റി ഇൻകംബൻസി ഉണ്ടാവും. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ എല്ലാം ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ഇവർക്ക് തിരിച്ചടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. എന്താണത്? കാര്യം ഇവർ ചെയ്തിരിക്കുന്ന ഈ പെൻഷൻ ഇവര് തിരിച്ചടിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ 2016 എങ്ങനെ ഏറ്റവും വലിയ തിരിച്ചടി എങ്ങനെയാ? പെണ്ണ് കേസായിരുന്നു ഏറ്റവും വലിയ തിരിച്ചടി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, ഏറ്റവും വലിയ തിരിച്ചടി പെണ്ണ് കേസായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? അതിൽ ഒരു മുതിർന്ന കേരളത്തിലെ ഏറ്റവും ആളുകൾ ബഹുമാനിക്കുന്ന ഒരു നേതാവിന്റെ മാന്യതയെ പിടിച്ച് വലിച്ച് ഞാൻ ഈ പറയുന്നത് ഗൗതം, പിന്നീട് കോടതി ക്ലീൻ ചിറ്റ് നൽകി അയാൾ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതല്ലേ? ഞാൻ ഒരു ചെറിയ കാര്യം ചോദിച്ചാൽ നമ്മളെ വിഷയം മാറിപ്പോകുന്നുണ്ടോ ഞാൻ പറയാം. നമ്മൾ ഈ ജോസ് കെ മാണിയുടെ വിഷയം താങ്കൾ സർക്കാർ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് അനുകൂലമായ കാലാവസ്ഥ എന്നല്ല ഞാൻ പറഞ്ഞത്. അനുകൂലമായ കാലാവസ്ഥ എന്നല്ല പറഞ്ഞത്. നിലവിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയം നിൽക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിനകത്ത് ഇവർക്ക് ഇടപെടുന്ന രാഷ്ട്രീയമായി പൊളിറ്റിക്കലി ഇടപെടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചൂരൽമല ഈ നമ്മുടെ അവിടുത്തെ ആ വെള്ളപ്പൊക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇതിൽ ഇവർ ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചൂരൽമലയിൽ ഇവര് കോൺഗ്രസ് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ഭവനത്തെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ടീമുകൾ പിരിച്ച കാശിനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അലിഗേഷനൊക്കെ നിങ്ങൾ കണ്ടോ? ഈ അലിഗേഷനൊക്കെ കണ്ടു കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ ജയിക്കാനായിട്ട് പല കാര്യങ്ങളും പഴയ കാര്യങ്ങൾ പറയുമ്പോഴും ഈ പറയുന്ന CPMന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരിപ്പോൾ ഭരണത്തിൽ ഇരിക്കുകയാണ്. ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവ് ചൂരൽമലയിലും അവിടത്തേക്കും ഫണ്ട് പിരിച്ച സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് അതൊരു ചില്ലറ കാര്യമല്ല.
മനസ്സിലായില്ലേ? ആ ഫണ്ടിന്റെ കാര്യം, ഇവർ പിരിച്ച ഫണ്ടിന്റെ കാര്യം ചോദിക്കുമ്പോൾ കർണാടക ഗവൺമെന്റ് ചെയ്ത കാര്യം ബഹുമാനപ്പെട്ട VD പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് അടിക്കാൻ ഗോളൊക്കെ ഉണ്ട്. ഈ പറയുന്ന പെൻഷൻ കൊടുത്ത കാര്യം, കേന്ദ്ര ഗവൺമെന്റ് ഇവരെ വരിഞ്ഞു മുറുക്കുന്ന കാര്യം, ഇതെല്ലാം നിൽക്കുമ്പോഴും സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാകും. ഇപ്പം VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ 110 100 അതിൽ കൂടുതൽ സീറ്റൊന്നും കിട്ടത്ത, അങ്ങനെ ഒരു സീറ്റൊന്നും ഉണ്ടാവില്ല. ഈ രണ്ട് മുന്നണികളും തമ്മിൽ ഇപ്പം ബഹുമാനപ്പെട്ട ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞ എന്താ, ഞങ്ങളുടെ MLA മാര്, അദ്ദേഹമല്ല ഇവിടുത്തെ പിന്നെ തിരുവനന്തപുരത്തെ വിജയവുമായി ബന്ധപ്പെട്ട് ജോയിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്, ഞങ്ങളുടെ MLA മാര് കൃത്യമായിട്ട് അവരുടെ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ ഗൗതമിനോട് പറയും. ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടെ ആക്റ്റീവ് ആയതുകൊണ്ട്, പണ്ടത്തെ പോലെ മുഖ്യധാര മാധ്യമം മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ കൂടെ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ചില ഹാൻഡിലുകളുടെ നല്ല വർക്ക് ഉണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അതുപോലെ തന്നെ ഈ പറയുന്ന CPM-ന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലും BJP-യുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലും ഉണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉറപ്പായിട്ടും ഉണ്ടാകും. പക്ഷെ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ള, രാഹുൽ മാങ്കൂട്ടം വിഷയം, ഇവർക്ക് ഈ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരു ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇലക്ഷൻ ഇനി വെറും 90 ദിവസമേ ഉള്ളൂ. ഈ ടെമ്പോ, ഏത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിന്റെ ടെമ്പോ നിലനിർത്തിക്കൊണ്ട് പോവുക CPM-ന്റെ ഒരു ആവശ്യമാണ്. മനസ്സിലായി? ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടാകുന്ന ഈ അവസരത്തിൽ തന്നെ ഈ ടെമ്പോ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് CPM-ന്റെ ആവശ്യമാണ്. അത്തരത്തിലൊരു ടെമ്പോ പല കാര്യങ്ങൾ, ഇപ്പൊ സ്വർണ്ണക്കൊള്ള, ഞാൻ ഒരിക്കലും അവരാരെയും പൂഴ്ത്തി പറയുന്നൊന്നുമല്ല. ഈ പറയുന്ന തന്ത്രി അല്ലെങ്കിൽ പോട്ടെ അവരുടെ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിലെ ഒരു നേതാവ്, ഞാൻ ചോദിക്കട്ടെ, ഇവർ ഇത്രയും പറഞ്ഞു, കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യവും പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി അവരുടെ തലമുതിർന്ന നേതാക്കളിൽ ഏതെങ്കിലും ഒരു നേതാവ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടായാൽ അവര് പൊക്കിയെടുത്ത് അകത്തുനിന്ന് നിങ്ങൾ കരുതണം. ഞാൻ അങ്ങനെയൊന്നും ആരെയും പോഴ്ത്തനം എടുക്കണമെന്നില്ല, എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. എനിക്ക് ഒരു കാര്യം കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പത്മകുമാർ പാർട്ടിയിൽ നിന്ന് ഇവർ പുറത്താക്കിയില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിനെ പുറത്താക്കും. കാര്യം പത്മകുമാർ ഈ പറയുന്ന രീതിയിൽ ഇന്നലെ അദ്ദേഹം കാല് പിടിച്ചു കോടതിയിൽ, ഞാൻ അറിയാതെ എഴുതിപ്പോയതാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന് തിരിച്ച് ബദറുദ്ദീൻ എന്ന ജഡ്ജ് തിരിച്ച് ചോദിച്ചത്, നിങ്ങൾ ബുദ്ധി കൂടുതലാണ്, എൻ്റെ ബുദ്ധികേടുണ്ടെന്ന് ഞാൻ ചെയ്തെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് ബുദ്ധി കൂടുതലായിക്കൊണ്ടാണ് ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ പത്മകുമാർ ബുദ്ധി കൂടുതലുള്ള ഒരു പാർട്ടിക്കാരനാണെന്ന് CPM നോട്ടഡ്, നോട്ട് ദ പോയിന്റ് എന്ന് പറയുന്ന പോലെ. ഒരു പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള പത്മകുമാറിനെ ഇദ്ദേഹത്തിനെ നമ്മളെ വിഷയം ഒരുപാട് മാറിപ്പോവുക. കുറച്ചും കൂടി ഇതൊക്കെ പറയേണ്ട വിഷയം തന്നെ മാറിയിട്ടില്ല, ഈ വിഷയം ഒരുപാട് മാറിപ്പോകുന്നു. അപ്പൊ ഏതായാലും പത്മകുമാർ എന്ന് പറയുന്ന സെക്രട്ടറിയെ സംബന്ധിച്ച്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പൊ എവിടെയാണ്? സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗമായി തരം താഴ്ത്തി എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ബുദ്ധി കൂടിയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല CPM എന്ന് പറയുന്ന പാർട്ടി. ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ, അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് നിർത്തുമ്പോൾ ഞാൻ പോയത്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല CPM പാർട്ടി. ജോസ് കെ മാണി പോയത് കൊണ്ട് വലിയ തറപറ്റൽ അല്ല. അങ്ങനെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു പോയാൽ പറയേണ്ട കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വിഷയം CPM-ന്റെ, ഞാൻ ഈ പറയുന്ന പോലെ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് വിഷയം പറഞ്ഞത് കൊണ്ടാണ് പത്മകുമാറിന്റെ കാര്യം പറഞ്ഞത്. ഇവർ മുക്കിന് പറയും പത്മകുമാർ പാർട്ടിയിലെ അംഗമല്ലേ, അത് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ. പത്മകുമാറിനെ കൊണ്ട് കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം കിട്ടിയോ? എന്റെ ചോദ്യം ഇത്രയും. പത്മകുമാറിനെ കൊണ്ട് തെളിവിന് SIT സംഘത്തിന് കിട്ടാനുള്ള കാര്യങ്ങൾ കിട്ടിയോ? അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തോ? അദ്ദേഹത്തിനെ കാരാഗൃഹത്തിൽ അടച്ചോ? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയച്ചു. അദ്ദേഹത്തിൽ നിന്ന് SIT അന്വേഷണ സംഘത്തിന് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് കോടതി എന്ത് തീരുമാനിക്കുന്നോ അതിന്റെ പിറകെ തന്നെ പോകും. നിയമം എങ്ങനെ അനുശാസിക്കുന്നോ അതുപോലെ ഈ ഈ പറയുന്ന കള്ളനായ പത്മകുമാറിന് ചിലപ്പോൾ ജയിൽവാസമോ എന്തോ കിട്ടാൻ സാധ്യതയുണ്ട്. ശരി, പാർട്ടി അയാളെ അതോടുകൂടി കൈയൊഴിയും. ഒരാള് CPM എന്ന് പറയുന്ന പാർട്ടി ഇന്ന് പോയാൽ അയാൾ മരിച്ചതിന് തുല്യമാണ്. പിന്നെ ഇവിടെ കടകംപള്ളിയെ പിടിച്ചില്ല എന്ന് പറയുമ്പോൾ കടകംപള്ളിക്ക് ഒരല്പം വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. കടകംപള്ളി ഒരു കള്ളനൊന്നുമല്ല. ഇതേക്കുള്ള കാര്യങ്ങൾ കടകംപള്ളി ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പാർട്ടിക്കും ഈ ഞാൻ തിരുവനന്തപുരത്തെ നമ്മുടെ തന്നെ പോലീസ് സുഹൃത്തുക്കളായിട്ട് ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഒരു മൺതരി പിടിക്കത്തക്ക രീതി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതുവരെ അദ്ദേഹം ഈ കാര്യം ചെയ്തതിനെ സംബന്ധിച്ച് ഒരു തെളിവും കിട്ടിയിട്ടില്ല. കാര്യം അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഫയൽ വന്നതാറ്റോ. തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു വിഷയം ഉള്ളതുകൊണ്ട് തന്നെ CPM-നകത്ത് ഈ വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആന്റി ഇൻകംബൻസി നിൽക്കുമ്പോൾ തന്നെ ഈ രീതിയിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നതിൽ ഇപ്പൊ റോഷി അഗസ്റ്റിൻ മന്ത്രിയായി ഇരിക്കുകയും ജോസ് കെ മാണി മുന്നണി നേതാവായി ചെയർമാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മന്ത്രിയാവണം എന്നുള്ള വളരെയധികം ആഗ്രഹമുണ്ട് ആർക്ക്? ജോസ് കെ മാണിക്ക്. അപ്പോൾ റോഷി അഗസ്റ്റിനെ സംബന്ധിച്ച് റോഷി അഗസ്റ്റിൻ അങ്ങനെ ഈ ഒരു നിഴലായിട്ട് എന്നും ഇങ്ങനെ മാണി സാറിന്റെ മാനിനോട് അദ്ദേഹത്തിന് ഒരു കരിയർ വേണം.
അവർക്കും ഒരു നേതാവാകണം. അപ്പോൾ ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റോഷി അഗസ്റ്റിനൊപ്പം ഈ പറയുന്ന ജയരാജോ അല്ലെങ്കിൽ പ്രമോദ് നാരായണോ, ജയരാജ് പോകാനുള്ള സാധ്യത ഉണ്ടോ? ഒരു 2 പേര്, റോഷി അഗസ്റ്റിനോടൊപ്പം 2 പേരുണ്ടാവും. അത് ഈ വരുന്ന 16-ാം തീയതി അവരെ കമ്മിറ്റിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി കേരള കോൺഗ്രസ് പിളരാൻ പോവുകയാണ്. ജോസ് കെ മാണി അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഒരു 3 MLA-മാരുണ്ട്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് കേരള ശേഷം പോവാണ്. ജോസ് കെ മാണി അദ്ദേഹത്തിനോടൊപ്പം 2-3 പേര്, അതിലിപ്പോൾ ചിലപ്പോൾ ജോബ് മൈക്കിൾ ഉണ്ടാകാം, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉണ്ടാകും. ഒരു 3 പേര് പറയുന്ന പോലെ 2-3 പേര്, ഇതിൽ ആരൊക്കെയാണെന്ന് വ്യക്തമായി അതിൻ്റെ ഒരു അറിയാറായിട്ടില്ല. ഇതിൽ പിളരുന്ന കാര്യം ഉറപ്പാണ്. ജോസ് മോൻ ഉറപ്പായിട്ട് UDF പോകും, അത് തീർച്ചയാണ്. റോഷി അഗസ്റ്റിനെ അദ്ദേഹത്തിനെ മന്ത്രിയാക്കിയത് കൊണ്ടും ഇതുവരെയും CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവരെ ഒരു മന്ത്രിയൊക്കെ ആക്കിയ സ്ഥിതിക്ക് അവർ സംരക്ഷിച്ചു എന്നുള്ള ഒരു ഇത്രയും നാളെ 5 കൊല്ലം ഞാൻ മന്ത്രിയായിരുന്നല്ലേ, അതുകൊണ്ട് എനിക്ക് LDF-നോടൊപ്പം നിന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് റോഷി അഗസ്റ്റിൻ പോകും. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് നിന്നേ പറ്റും എന്ന് വെച്ചാൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് അപ്പോഴും കാണുന്ന രാഷ്ട്രീയമാണ്. പിന്നെ UDF-ൽ ലീഗിനെ സംബന്ധിച്ച് ലീഗിന് എങ്ങനെയെങ്കിലും ഭരണത്തിൽ വന്നേ പറ്റൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉറപ്പിക്കുന്നു ജോസ് കെ മാണി UDF-ൽ.